ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. 2025 ഒക്ടോബർ ബാച്ചിലാണ് നമ്മുടെ എക്സാം വരുന്നത്. നമ്മൾ കൃത്യമായിട്ട് 6 മന്ത് കാൽക്കുലേഷൻ ചെയ്ത് 6 മന്ത് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിനും കൃത്യമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ ഒരു ടൈം ടേബിൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നൽകുന്ന ആ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായ രീതിയിൽ തന്നെ 50 to 70 or 90% അല്ലെങ്കിൽ 90 എബോ മാർക്ക് വാങ്ങിയിട്ട് തന്നെ പാസ് ഔട്ട് ചെയ്യാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറ്റും. ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വോയിസ് ആയിട്ടൊന്ന് പറയും. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ 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 ഇപ്പൊ റെഡിയാണ്. നമ്മുടെ അപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിന്നേഴ്സ് അക്കാഡമിയുടെ അപ്ലിക്കേഷൻസ് ആർക്കെങ്കിലും ലഭിക്കാത്തതുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്ലിക്കേഷൻസ് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ശേഷം നമ്മുടെ ആപ്പ് രജിസ്ട്രേഷനുള്ള ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് എല്ലാവർക്കും. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് അത് ക്ലിയർ വരുത്തണം. ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ് ഇവിടെ നിന്ന് നൽകുന്നതാണ്. ഐഫോൺ അതുപോലെ ആപ്പിൾ സ്റ്റോർ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് വഴി കയറാവുന്നതാണ്. നിങ്ങൾക്ക് ലിങ്ക് കോപ്പി ചെയ്ത് എവിടെയെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത ആളുകൾക്ക് നമ്മൾ ആപ്പിന്റെ ലിങ്കും അതിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം, ക്ലാസ് റൂമിൽ എൻ്റർ ആവാം എന്നുള്ള വീഡിയോ കൃത്യമായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഒക്കെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി മന്തിലാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. എങ്കിലും ഫെബ്രുവരിയുടെ മുമ്പായിട്ട് നിങ്ങൾ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക് ഇംഗ്ലീഷിന്റെ ക്ലാസിന്റെ ടൈം ഷെഡ്യൂൾ നമ്മൾ അതിൽ നമ്മുടെ ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം അത് സെപ്പറേറ്റ് ആയ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ, നമ്മുടെ 5 സബ്ജക്റ്റിൽ പെടാത്തതായതുകൊണ്ട് തന്നെ ഉള്ളത് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടില്ല. അതിന് നിങ്ങൾ സെപ്പറേറ്റ് ടൈം കണ്ട് കൃത്യമായിട്ട് ഇംഗ്ലീഷിന്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹോം പേജ് എന്നുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹോം പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമിയുടെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് കാണാം. താഴെ നമ്മുടെ NIOSമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതിന്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എബൌട്ട് NIOS എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ NIOSന്റെ എസ്റ്റാബ്ലിഷനും അതുപോലെ തന്നെ അതിന്റെ മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈസ് NIOS വാലിഡ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള ഈസ് NIOS വാലിഡ് ഫോർ MBBS തുടങ്ങിയിട്ടുള്ള MBBS ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ഇത് NIOS കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ടൈം അനുസരിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ അതിന്റെ ഒരു ഇൻട്രോ നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകി എന്നുള്ളത് മാത്രം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റുകൾ ഇപ്പൊ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ്, മലയാളം എടുത്ത ആളുകൾ മലയാളം, അറബി എടുത്ത ആളുകളാണ് അറബി, മൂന്നാമത് ഹിസ്റ്ററി, 4 പൊളിറ്റിക്സ്, 5 സോഷ്യോളജി. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. ഇനി കൊമേഴ്സ് എടുത്ത ആളുകളാണെങ്കിൽ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ്, മലയാളം, അറബി, ഹിന്ദി ഏതെങ്കിലും ഒന്ന്, മൂന്നാമത് പൊളിറ്റിക്സ്, 4 അക്കൗണ്ടൻസി, 5 ബിസിനസ്. ഇതാണ് നിങ്ങളുടെ സബ്ജക്റ്റുകൾ വരുന്നത്. അതുപോലെ സയൻസ് ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ സബ്ജക്റ്റുകളുടെ കോഡ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരും. അത് നിങ്ങളുടെ ഈ ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ NIOS സിലബസ് ആൻഡ് സബ്ജക്ട് കോഡ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സബ്ജക്ട് കോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്ജക്റ്റുകളുടെ കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ,
ടെസ്റ്റ് SSLC സബ്ജക്റ്റ് കോഡ് തൊട്ട് താഴെ +2 സബ്ജക്റ്റ് കോഡ് കാണും. ഇംഗ്ലീഷ് 302 തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളും സബ്ജക്റ്റിന്റെ കോഡുകളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്തരം ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ബാക്കിലോട്ട് വന്നിട്ട് നമ്മുടെ +2 ക്ലാസ് റൂം എന്നുള്ള ഏരിയ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ അക്കാഡമിയുടെ ക്ലാസ് റൂമിലോട്ട് എൻ്റർ ആവുന്നത്. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് കാണാൻ പറ്റും. തൊട്ട് താഴെ ഇംഗ്ലീഷ് കാണാൻ പറ്റും. തൊട്ട് താഴെ മലയാളം, അറബി, ഹിന്ദി, സോഷ്യോളജി, ഹിസ്റ്ററി, ബിസിനസ്, പൊളിറ്റിക്സ്, അക്കൗണ്ടൻസി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഡാറ്റ എൻട്രി തിയറി, ഡാറ്റ എൻട്രി പ്രാക്ടിക്കൽ. അതിന്റെ തൊട്ട് താഴെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇവിടെയാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ നോക്കാനും അതുപോലെ റിവ്യൂ ചെയ്യാനൊക്കെ ഉള്ളത്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യും. 2024 ഏപ്രിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ സബ്ജക്റ്റിന്റെ താഴെ തന്നെ ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ കാണാം. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് കഴിഞ്ഞാൽ അതൊരു മോഡൽ മാത്രമല്ല, കൃത്യമായിട്ട് NIOS നേരത്തെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് പുതിയ സിലബസ് അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ വ്യത്യാസമൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ പുതിയ ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന 100% ചാപ്റ്റേഴ്സുകളിൽ നിന്ന് 60% ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. 40% ചാപ്റ്റേഴ്സ് NIOS നമുക്ക് വേണ്ടി ചുരുക്കി തന്നിട്ടുണ്ട്. അതായത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് TMA അസൈൻമെന്റ് എഴുതാനുണ്ടാവും. അതിന്റെ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകും. ആ ടൈമിൽ നിങ്ങൾ A4 ഷീറ്റ് വാങ്ങി അതിൽ എഴുതിയിട്ട് അതിന് PDF ആക്കിയിട്ട് നമുക്ക് അയച്ചു തരണം. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസുകൾ ഓരോ മാസത്തിൽ നടക്കുന്ന നമ്മുടെ ഓൺലൈൻ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അസൈൻമെന്റ്, അതുപോലെ എക്സാം ഫീ പേയ്മെന്റ്, അതുപോലെ തന്നെ PCT ക്ലാസ്, കോണ്ടാക്ട് ക്ലാസ്സുകൾ, പ്രാക്ടിക്കൽ എക്സാമുകൾ, ഇങ്ങനെ തുടങ്ങി NIOSനെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജാനുവരി 31 ഉള്ളിൽ നിങ്ങൾ അസൈൻമെന്റ് TMA അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്ന് NIOS ഒരു ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ജാനുവരി 31 കഴിഞ്ഞ് ഫെബ്രുവരി 1 ആയി കഴിഞ്ഞാൽ, ഇപ്പൊ അത് ഒരു 15 ഡേയ്സും കൂടെ നീട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി 1 ആയി കഴിഞ്ഞാൽ ഒരു സബ്ജക്ട് TMA അസൈൻമെന്റ് വെക്കണമെങ്കിൽ 1500 രൂപ ലേറ്റ് ഫീ അടക്കണം. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടൈമിൽ നമ്മൾ നൽകുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ വളരെ കുറഞ്ഞ വോയിസേ വരുള്ളൂ. ആ വോയിസുകളും അതുപോലെ ടെക്സ്റ്റുകളും നിങ്ങൾ കൃത്യമായിട്ട്, ചില വീഡിയോസുകളും വരും, അത് കൃത്യമായിട്ട് ആ ടൈമിൽ തന്നെ നിങ്ങൾ കണ്ട് അതിന്റെ റിപ്ലൈ നിങ്ങൾ ആ ടൈമിൽ തന്നെ അറിയിക്കണം. അതുപോലെ ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കുള്ളൂ. അത്തരം കാര്യങ്ങൾ ആ ടൈമിൽ തന്നെ നിങ്ങൾ ചെയ്യണം. അതിന്റെ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ NIOSന് ലേറ്റ് ഫീ നല്ല വരും. ഒരു 1500 ഒക്കെ വരുന്നുണ്ട് ഒരു സബ്ജക്ട് അസൈൻമെന്റ് വെക്കണമെങ്കിൽ ഒരു സബ്ജക്റ്റിന്. അപ്പോൾ ഒരു 5 സബ്ജക്ട് നമ്മൾ ഫെബ്രുവരി 1 വെക്കുന്നതെങ്കിൽ അത്രയും ലേറ്റ് ഫീ അടക്കുന്നത്. അതുപോലെ തന്നെ എക്സാം ഫീ ഒക്കെ കൃത്യമായിട്ട് കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. ഒരാഴ്ചയൊക്കെ എക്സാം ഫീന്റെ ടൈം ഉണ്ടാവുള്ളൂ. ആ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് 500ഉം 400 ഒക്കെ ഓരോ സബ്ജക്റ്റിന് വെച്ച് ലേറ്റ് ഫീ അടക്കേണ്ടി വരും. അതും ഒരു 4 ദിവസം കഴിഞ്ഞാൽ അതും കഴിയും. പിന്നെ നമ്മളത് നോക്കിയിട്ട് കാര്യമുണ്ടല്ലോ. അപ്പൊ ഓരോന്നും കൃത്യമായിട്ട് നമ്മൾ നൽകുന്ന ഓൺലൈൻ ക്ലാസ്സുകളിൽ ഈ കാര്യങ്ങളൊക്കെ പറയും. എല്ലാ മാസവും ഫസ്റ്റ് വീക്കിലായിട്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ട് കാണാം. ആ ബൈ ചാൻസിൽ നിങ്ങൾക്ക് ആ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു 30 മിനിറ്റ് മാത്രമേ ഉണ്ടാവുക. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ ശേഷം അതിന്റെ വീഡിയോ വരും. എന്നാലും നിങ്ങൾ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാണ് വേണ്ടത്. കാരണം ഇതിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിച്ച് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആ ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിന്റെ തൊട്ടു താഴെ മാർക്കിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ക്വസ്റ്റ്യൻസുകളൊക്കെ കഴിഞ്ഞ് ഏറ്റവും താഴെ അതിന്റെ ആൻസറുകളും കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അതിന്റെ ആൻസറുകൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അതിൽ തന്നെ കൊടുത്തത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് മനസ്സിലാവാം. ഇത് വളരെ ഉപകരിക്കും ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, അതിന്റെ ആൻസറും ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. മറ്റുള്ളതിൽ അതില്ല, ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ. അതുപോലെ ഏറ്റവും താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് റൂം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതുപോലെ സൗണ്ടും ക്ലിയർ അല്ലേ? ഓഡിയബിൾ അല്ലേ? ആരെങ്കിലും ഒന്ന് വോയിസ് ആയിട്ട് റിപ്ലൈ തരണേ. ഹലോ ഓൾ. ഓക്കെ 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 ഓക്കെ. ഇതില് നമ്മുടെ ടൈം ഷെഡ്യൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതില് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് NIOS+2 ഏപ്രിൽ ബാച്ച് ചാപ്റ്റർ ടൈം ഷെഡ്യൂൾ എന്നുള്ളതാണ്. അതായത് ഏപ്രിൽ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതുന്ന സ്റ്റുഡൻസിനുള്ള ടൈം ഷെഡ്യൂൾ ആണ് അത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒക്ടോബറിലായതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ട് താഴെയുള്ള ടൈം ഷെഡ്യൂൾ ആണ് നോക്കേണ്ടത്. NIOS+2 ഒക്ടോബർ ബാച്ച് ചാപ്റ്റർ ടൈം ഷെഡ്യൂൾ. ഓക്കെ. ഇവിടെ ഞാനൊന്നും കൂടെ സൂം ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീന് സൂം ചെയ്ത് നോക്കാൻ പറ്റൂട്ടോ. ഈ ഞാൻ ഷെയർ ചെയ്ത സ്ക്രീന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ സൂം ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ. ഇവിടെ ഫസ്റ്റ് മന്ത് കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി മന്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഫെബ്രുവരി മാസത്തിൽ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ 3.5 ചാപ്റ്റർ പെർ മന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാൽ ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്ക് നിങ്ങളുടെ ഈ 6 മന്തിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ ചാപ്റ്റേഴ്സുകൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മലയാളത്തിലോട്ട് വരികയാണെങ്കിൽ 3 ചാപ്റ്റർ ആണ് നിങ്ങൾ ഈ 6 മന്തിൽ ഓരോ മന്തും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അറബി 2.5, ഹിസ്റ്ററി 3.5. അങ്ങനെ നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ ആ സബ്ജക്റ്റുകളുടെ ഈ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഏകദേശം ഈ ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു മാസത്തിൽ 4 ആഴ്ച, അതിലൊരു ആഴ്ചയിൽ ഒരു 5 ദിവസം കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ലാസ്റ്റിലെ ഒരു സെക്കൻഡ് ഡേയ്സ് വീക്കെൻഡ് ഒക്കെ ആയിട്ടുള്ള ബാക്കി ഒരു 5 ഡേയ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു 30 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ദിവസം ഒരു 30 മിനിറ്റ് കൊടുക്കാൻ കഴിയാത്ത ഒരാളുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ 1 അവർ അല്ലെങ്കിൽ 1 അവർ ആൻഡ് 30 മിനിറ്റ് ഒക്കെ കൊടുത്തിട്ട് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫെബ്രുവരി മന്തിൽ സ്റ്റാർട്ട് ചെയ്ത് ജൂലൈ ആകുമ്പോഴേക്ക് നിങ്ങളുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇനി ഒരു ജൂണിലോ ജൂലൈയിലോ അല്ലെങ്കിൽ മെയ്യിലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതിയില്ലേ എന്ന് വിചാരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അവസാനം ഇതൊക്കെ ഒരുമിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വളരെ വലിയ ലോഡ് വരും. ഇത് സിമ്പിൾ ആയിട്ട് തന്നെ ഓരോ മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാവുമ്പോൾ കൃത്യമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽസുകൾ പറയാതെ ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് മന്തിൽ നമ്മൾ റിവിഷന്റെ മന്തും അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യാനുള്ള മന്താണ്. അപ്പോൾ ഓഗസ്റ്റ് മന്തിൽ ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിവിഷൻ ചെയ്യുക. ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സുകളൊക്കെ റിവിഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റിലുള്ള 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്കോ നിങ്ങൾ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാൻ മാത്രം നിങ്ങൾ ആ ഒരു ടൈം മന്ത് കാൽക്കുലേഷൻ ചെയ്ത് വെക്കണം. എന്നാലേ കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മന്തിലാണ് നമ്മുടെ മോഡൽ എക്സാം നടക്കുന്നത്. നമ്മുടെ അക്കാഡമി ഡയറക്റ്റ് ആയിട്ട് മോഡൽ എക്സാം നടത്തും. അതിന്റെ ക്വസ്റ്റ്യൻസ് കൃത്യ ടൈമിൽ നിങ്ങൾക്ക് അയക്കും. ഒരു 3 മണിക്കൂർ ടൈം തരും. അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് ഓർ ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് നൽകും. അതിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ അതിന്റെ ആൻസറുകളൊക്കെ എഴുതിയത് ഫോട്ടോ എടുത്ത് നമ്മുടെ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് അയച്ചു തരണം. PDF ആക്കിയിട്ട് അയച്ചു തരണം. അതിൽ 30 മിനിറ്റ് എക്സ്ട്രാ തരും. അങ്ങനെയാണ് മോഡൽ എക്സാം. അതിന്റെ ടൈം ടേബിളൊക്കെ കൃത്യമായിട്ട് നേരത്തെ നൽകും. അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് ഫെബ്രുവരി ടു ജൂലൈ ആകുമ്പോഴേക്ക് വളരെ സിമ്പിൾ ആയ രീതിയിൽ തന്നെ കുറഞ്ഞ സമയം കൊടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മന്തിൽ റിവിഷനും അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂവും കഴിഞ്ഞ് സെപ്റ്റംബർ മന്തിൽ മോഡൽ എക്സാമും കൂടെ എഴുതിയിട്ട് ഒക്ടോബർ മന്തിലാണ് നമ്മുടെ പബ്ലിക് എക്സാം വരുന്നത്. അപ്പോഴേക്ക് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എക്സാമിന്
അറ്റൻഡ് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ഒരു തേർഡ് വീക്ക് മുതൽ ഒരു തേർഡ് വീക്ക് മുതൽ നമ്മൾ ഒരു ഹാഫ് ഇയർലി എക്സാം നടത്തുന്നുണ്ട്. അതും ഓൺലൈൻ ആയിട്ട് തന്നെയാണ് നടത്തുക. അത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ ടിക്ക് ചെയ്തിട്ട് ഓൺലൈൻ ആയിട്ട് അങ്ങനെ ആയിരിക്കും, അതല്ലെങ്കിൽ എഴുതിയിട്ട് അയക്കാനായിരിക്കും. എനിവേ ഒരു ഹാഫ് ഇയർലി എക്സാമിനേഷൻ വരും, അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ പ്രോഗ്രസ് എത്രയുണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് പ്രോഗ്രസ് വളരെ കുറവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ള 3 മന്തും കൂടെ നിങ്ങൾക്ക് കൂടുതൽ സമയം കൊടുത്ത് ചാപ്റ്റേഴ്സുകളൊക്കെ ശ്രദ്ധിക്കാനും കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ടൈം ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. ഈ ടൈം ഷെഡ്യൂൾ എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മനസ്സിലായ ആളുകൾ വോയിസ് ആയിട്ടൊന്ന് മനസ്സിലായി എന്ന് പറയണേ. എന്തെങ്കിലും ഡൗട്ടുകൾ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ തന്നെ ചോദിക്കാവുന്നതാണ്. ഹലോ ഓൾ. എല്ലാരും കൈപൊക്കി കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇനി ഇംഗ്ലീഷിനെ കുറിച്ചാണ്, ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ, ക്ലാസ് റൂം ആണ് തൊട്ട് താഴെ കാണുന്നത്. അതിന് മുമ്പ് ബേസ് ഇംഗ്ലീഷിനെ കുറിച്ച് പറയാം. അതായത് ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിന്റെ പുറത്തു നിന്ന് കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വരും. ഇംഗ്ലീഷ് പാഠത്തിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിന്റെ പുറത്തു നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് നമ്മുടെ ഈ ബേസ് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളത്. വെരി ഇമ്പോർട്ടന്റ് ആയ ക്ലാസ്സുകളാണ്. നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുക, അതിന്റെ കൂടെ തന്നെ ഒരു നല്ല നോട്ട് ബുക്ക് വാങ്ങിയിട്ട് കൃത്യമായിട്ട് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് ഒരു ടീച്ചറെ ക്ലാസ് എങ്ങനെയാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിച്ചിരുന്ന് കേട്ട് നിങ്ങൾ അതിന്റെ നോട്ടൊക്കെ തയ്യാറാക്കിയിട്ട് വേണം കൃത്യമായിട്ട് മുമ്പോട്ട് പോവാൻ. നമുക്കൊരു ഓരോ മാസം ലാസ്റ്റ് വീക്കിലോ അതല്ലെങ്കിൽ 3 മന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിന്റെ ടൈമിൽ നമ്മുടെ നോട്ട് ചെക്ക് ചെയ്യുന്ന സമയം ഉണ്ടാവും. ആ ടൈമിൽ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ബുക്കൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു തരേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ട് പോവാം. നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ, അതായത് നമ്മുടെ കേരള +2 അപേക്ഷിച്ച് നോക്കിയാൽ ഒരു ഫസ്റ്റ് ഇയർ കൃത്യമായിട്ട് സ്റ്റുഡൻസ് സ്കൂളിൽ പോയി റെഗുലർ ആയിട്ട് പോയിട്ട് പഠിച്ച് എക്സാം ഒക്കെ എഴുതി, ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറും കൃത്യമായിട്ട് സ്കൂളിലൊക്കെ പോയി കൃത്യമായിട്ട് പഠിച്ച് എക്സാമിനേഷൻ എഴുതി, അങ്ങനെ ഈ ഒരു 2 ഇയർ കൃത്യമായിട്ട് അവർ സ്കൂളിൽ റെഗുലറായിട്ട് പോയിട്ട് പഠിച്ച് ഈ 2 ഇയറും എക്സാമിനേഷൻ എഴുതി, അങ്ങനെ എത്രത്തോളം റിസ്ക് ഉണ്ടോ ആ ഒരു റിസ്കിൽ തന്നെയാണ്, അത്തരം ചാപ്റ്റേഴ്സുകൾ തന്നെയാണ് നമ്മുടെ ഈ LIOS-നുള്ളത്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു സൗകര്യം നമുക്ക് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഇമ്പോർട്ടന്റ് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കാം. പഠിക്കാൻ നല്ലൊരു വീട്ടിന്റെ പ്രത്യേക റൂമോ മറ്റെന്തെങ്കിലും സജ്ജീകരിച്ച് കൃത്യമായിട്ട് തന്നെ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് നിങ്ങൾ ഇതിന് കൊടുത്തിട്ട് മറ്റുള്ള ആളുകളേക്ക് ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് ക്ലാസ്സിൽ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു രൂപത്തിൽ തന്നെ നിങ്ങൾ നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇതിൽ വെരി ഇമ്പോർട്ടന്റ് ആകുന്ന കുറച്ച് ടെൻസിന്റെ കുറച്ച് കാര്യങ്ങൾ, ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ ക്ലാസ് 3 എന്ന് കാണാൻ പറ്റും. അവിടെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഇൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്ത് നിന്ന് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അതെങ്ങനെയാണ് പാരഗ്രാഫ് റൈറ്റിംഗ്, അതുപോലെ കമ്പൈൻ 2 സെന്റൻസ്, 2 സെന്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക, അതുപോലെ ഇംഗ്ലീഷിന്റെ ടെൻസ്, ഗ്രാമർ, കുറച്ച് ഏരിയാസുകൾ, അതുപോലെ ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള വീഡിയോ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ, അത് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ക്വസ്റ്റ്യൻസും അതിന്റെ അർത്ഥവും അതിന്റെ ആൻസറൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ പോകുന്നത്. കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കണേ. അതുപോലെ അതിന്റെ പാർട്ട് 2 കാണാം. അത് കഴിഞ്ഞിട്ട് ക്ലാസ് 4 2022 ഒക്ടോബർ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ക്വസ്റ്റ്യനും ആൻസറും റിവ്യൂ ചെയ്തതാണ്. അതുപോലെ ക്ലാസ് 5 2022 ഏപ്രിൽ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്തതാണ്. അത് ഈ 2022 ഏപ്രിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾക്ക് ടൈം കൂടുതലുള്ള ആളുകൾ അതും കൂടെ കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിലും കൃത്യമായിട്ട് അതിന്റെ ആൻസർ ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ ഒരു
ബേസിക് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് നമുക്കുള്ള മറ്റുള്ള സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇംഗ്ലീഷിലാണ് വരിക. നമുക്ക് കേരളത്തിലുള്ള ആളുകൾ, അതുപോലെ ഗൂഡല്ലൂര്, ഊട്ടി, ആ ഒരു അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ, അവർക്കൊക്കെ മലയാളത്തിൽ എക്സാമിന് ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ എഴുതാം. ഇത് ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ സബ്ജക്റ്റിന്റെയും വരിക. സെക്കൻഡ് ലാംഗ്വേജ് മാത്രമാണ് ആ ഒരു സബ്ജക്റ്റിന്റെ ലാംഗ്വേജിൽ വരിക. അതല്ലാത്ത സബ്ജക്റ്റുകളൊക്കെ ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് വരിക. ഈ ഇംഗ്ലീഷിലും ഹിന്ദിയിലും വരുന്ന ഇതിന് നമുക്ക് ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, അതല്ലെങ്കിൽ മലയാളത്തിൽ ആൻസർ എഴുതാം. മലയാളത്തിൽ എഴുതുന്ന ആളുകൾ അതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ മനസ്സിലാകും എന്നുള്ളതാണ്. അതിനാണ് ഈ ക്വസ്റ്റ്യൻസ് റിവ്യൂ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അതിനാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംഗ്ലീഷ് MP3 ക്ലാസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ MP3 ക്ലാസ്സുകൾ ഓപ്പൺ ചെയ്യും. അതിൽ 1 by 1 ആയിട്ട് ഓർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 6, 7, 8, 9, 10 ഞാൻ തുടങ്ങിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. ഇതെങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ആ ഒരു വീഡിയോയിൽ, ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അതിന്റെ തൊട്ട് താഴെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് NIOSന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കുറച്ച് കഴിഞ്ഞാൽ അയച്ചു തരും. അതിന് കുറച്ച് സമയം പിടിക്കും. അതിന്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഓരോ ചാപ്റ്ററിന്റെ PDF ഇവിടുന്ന് കിട്ടും. മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. അങ്ങനെ തൊട്ട് താഴെ ടോട്ടലായിട്ട് അതിന്റെ ചാപ്റ്റേഴ്സുകളും കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇംഗ്ലീഷ് MP3 ക്ലാസ്സസ് എന്നുള്ള ഏരിയയിൽ കിട്ടുന്ന ക്ലാസ്സുകൾ അത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക. അപ്പൊ വിശാലമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്, നല്ല കട്ടിയുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ഒരു സബ്ജക്റ്റിൽ നിന്ന് 2, 3 പാർട്ടുകളൊക്കെ ഉള്ള ടെക്സ്റ്റ് ബുക്കാണ് വരുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് ലഘുവാക്കിയിട്ട് ഉള്ള നോട്ടാണ് ഇതിന്റെ തൊട്ടു താഴെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആപ്പിൽ അത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാവും ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. ആ ഗൈഡ് ബുക്ക് വാങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഗൈഡ് ബുക്ക് നിങ്ങൾ വാങ്ങേണ്ടതാണ്. കാരണം ഒരു സബ്ജക്റ്റ് തന്നെ ഏകദേശം ഒരു 200ഓളം പേജുകൾ വരുന്ന ചെറിയൊരു ഗൈഡ് ബുക്കാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് ഈ ആപ്പ് വഴി പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്തരം ആളുകൾ ഗൈഡ് ബുക്സ് നിങ്ങൾ വാങ്ങുക. ഇത് കഴിഞ്ഞിട്ട് പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ കാണുന്ന ഈ നോട്ട്സ് ഗൈഡ് ബുക്കിലെ സെയിം സാധനം തന്നെയാണ്. അത് ഇമ്പോർട്ടന്റ് നോട്ട്സ് ആണ്, അതല്ലാതെ ചാപ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ടത് മാത്രമാണ്, അല്ലാതെ ടോട്ടൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ നോട്ടല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ ഈ ക്ലാസ് റൂമിൽ പറയുന്ന കാര്യങ്ങൾ ഈ നോട്ട് വെച്ചിട്ടല്ല പറയുന്നത്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ക്ലാസ്സുകൾ. സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെയല്ല, എല്ലാ ഏരിയാസുകളും വൈഡ് ആയിട്ട് പറയുമല്ലോ. അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് നോട്ട്സ് മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡിന്റെ തൊട്ട് താഴെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് എന്ന് കാണാം. അപ്പൊ അത് ഇംഗ്ലീഷിന്റെ ആയതുകൊണ്ടാണ് ഇംഗ്ലീഷിന്റെ എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. മറ്റു സബ്ജക്റ്റുകൾക്കൊക്കെ ഇതേപോലെ തന്നെ ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓരോന്നിന്റെയും ചാപ്റ്റേഴ്സ് കാണാം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 60% എന്ന് കാണുന്നുണ്ട്. പബ്ലിക് എക്സാമിനേഷൻ 60%, 60%. അതായത് 40% ചാപ്റ്റേഴ്സ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ഇതിൽ 1, 2, 3, 4, 5 ചാപ്റ്ററുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. 6, 7, 8, 9, 10, 11 ഒഴിവാക്കിയിട്ടുണ്ട്. 12, 13, 14, 15 അങ്ങനെ ഇതിൽ കാണാത്ത ഇതിലില്ലാത്ത നമ്പറുകളൊക്കെ അസൈൻമെന്റിലോട്ട് മാറ്റിയിട്ടുള്ളതാണ്. അത് നമുക്ക് നോക്കി എഴുതാൻ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ മാത്രമാണ് പഠിക്കേണ്ടത്. ടോട്ടലായിട്ട് 22 ലെസൺ ആണുള്ളത്. ഇത് ഫസ്റ്റ് തന്നെ 6 ആണ്. 1, 2, 3, 4, 5 അസൈൻമെന്റിലോട്ട് മാറ്റിയത് കൊണ്ട് ഇവിടെ നമ്മൾ അത് കൊടുത്തിട്ടില്ല. അപ്പോ കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കുക. ഫസ്റ്റ് നോക്കുന്ന ആൾ എന്താ ഫസ്റ്റ് ഒരു 6 ചാപ്റ്റർ കൊടുത്ത് 1, 2, 3, 4 എവിടെയെന്ന് ചോദിക്കും. അത്തരം ആളുകൾക്കുള്ളതാണത്. കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ടോട്ടലി 60% ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാൻ പറ്റും എന്നുള്ളതാണ് NIOS പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ട് താഴെ 26A, 26B, 27A, 28A, AB എന്ന് കാണാം. ഈ A എന്നുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് ഓപ്ഷണൽ മൊഡ്യൂൾ ആണ്. ഒന്നെങ്കിൽ A നിങ്ങൾക്ക് പഠിക്കാം, അതല്ലെങ്കിൽ B ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. ഇതെല്ലാ എല്ലാ സബ്ജക്റ്റുകളും കാണും നിങ്ങൾക്ക് തൊട്ട് താഴെ. ഓപ്ഷണൽ മൊഡ്യൂൾ എന്നാണ് അതിന്റെ പേര്. അതായത് A മൊഡ്യൂളും അതുപോലെ B മൊഡ്യൂളും. ഒന്നെങ്കിൽ 26A
27A, 28A, 29A നിങ്ങൾക്ക് പഠിക്കാം. അതല്ലെങ്കിൽ 26B, 28B, അതുപോലെ 29B, 31B ഇതിലുള്ള ബികൾ പഠിക്കാം. പക്ഷെ നമ്മുടെ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയ ക്ലാസ്സുകളും നോട്ട്സുകളൊക്കെ എ എന്നുള്ളതായതുകൊണ്ടും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂൾ അതായതുകൊണ്ടും നമ്മൾ എ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. മാത്രമല്ല ഈ ഓപ്ഷണൽ മൊഡ്യൂള് വളരെ കുറഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഇപ്പൊ എ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷിൽ നമുക്ക് നോക്കാം. 26A1, 27A2, 29A3, 28A3, 29A4, 4 ചാപ്റ്റേഴ്സ്. ഈ 4 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ 15 മാർക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ഓപ്ഷണൽ മൊഡ്യൂളുകളിലുള്ള ചാപ്റ്റേഴ്സുകൾ 15 മാർക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടും. അത് തൊട്ടതായ അതിന്റെ മാർക്കിംഗ് സ്കീം കൊടുത്തിട്ടുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസൈന് ഇംഗ്ലീഷ് കോഡ് 302 ആണ്. ടൈം 3 hours ആണ് ഉള്ളത്. മാക്സിമം മാർക്ക് 100 ആണ്. അതുപോലെ ഒബ്ജക്റ്റീവ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കാം. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ഫോർ മൊഡ്യൂൾസ്. ഓരോ മൊഡ്യൂളിന്റെ താഴെ 4-5 ചാപ്റ്റർ. ഇപ്പോ ഫസ്റ്റ് 1 മുതൽ 5 വരെയുള്ള മൊഡ്യൂൾ ചാപ്റ്റേഴ്സിന് 1-ാം മൊഡ്യൂള്, 6 മുതൽ 10 വരെ ഉള്ളത് 2-ാം മൊഡ്യൂള്, 11 മുതൽ 15 വരെയുള്ള 3-ാം മൊഡ്യൂൾ. അങ്ങനെ ഓരോ മൊഡ്യൂളിന്റെ അണ്ടറിൽ കുറച്ച് ചാപ്റ്റേഴ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. ഈ ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കിനാണ് ഇതിൽ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏറ്റവും കുറഞ്ഞ ചാപ്റ്റേഴ്സുകളുള്ള കൂടുതൽ മാർക്കുകൾ വരുന്ന മൊഡ്യൂൾ ഏതാന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കാം. ഏകദേശം ഒരു 33 മാർക്കാണ്, 33 മാർക്കാണ് നമുക്ക് പാസ്സാവാൻ വേണ്ടത് 100 മാർക്കിൽ. ഈ 33 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു 40-50 മാർക്കുള്ള കൃത്യമായിട്ട് കവർ ചെയ്ത് പോയാൽ എന്തായാലും ഒരു 33 മാർക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് അസൈൻമെന്റ് എഴുതുന്നതിലൂടെ ഒരു 7 മാർക്ക് ഈ 33ലോട്ട് കിട്ടും. അപ്പോൾ ഒരു 26-27 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെ തിയറിയിൽ നിങ്ങൾക്ക് പാസ്സാവും. ഓക്കെ. ഇതിൽ ഓരോ മൊഡ്യൂളും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പോയട്രി, പ്രിസ്ക്രൈബ് ടെക്സ്റ്റ്, അതുപോലെ പ്രോസ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ എത്ര മാർക്കുകളാണ് വരുന്നത് എന്നുള്ളതുണ്ട്. ഞാൻ പറഞ്ഞ തൊട്ട് ഏറ്റവും ലാസ്റ്റ് 15 എന്നുള്ളത് അതിന്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷണൽ മൊഡ്യൂൾസ് എന്ന് കാണാം. അപ്പൊ ആ ഓപ്ഷണൽ മൊഡ്യൂളിന്റെ അണ്ടറിലുള്ള ആ മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റേഴ്സിന് 15 മാർക്കിന് വരും. അപ്പൊ ഇങ്ങനെയാണ് ഈ മാർക്ക് ഫോർ മൊഡ്യൂൾ എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ തന്നെ ഇംഗ്ലീഷിന്റെ നോട്ട്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി വേറൊരു സബ്ജക്റ്റും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. മലയാളമല്ല, ഹിന്ദിയല്ല, ഹിസ്റ്ററി എടുക്കാം. ഹിസ്റ്ററി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്ററി MP3 ക്ലാസ് കാണാം, ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് കാണാം, അതുപോലെ ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് ഇതാ ടേംസ് ആൻഡ് എക്സാമിനേഷൻ 60% ചാപ്റ്റേഴ്സ് ഇവിടെ കാണാം. ഇവിടെ ലെസൺ 6, 7, 3, 4 അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസോർഡർ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്പർ ഓഫ് ലെസൺസ് 20 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കണം. അപ്പൊ ഒരു 30 ചാപ്റ്റർ ഉള്ളതിന് 20 ചാപ്റ്റർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ഓക്കെ. അത് ഏതൊക്കെ ചാപ്റ്റർ ആണ് അതിന്റെ പേരും ഇതും കൊടുത്തിട്ടുണ്ട്. ഗൈഡ് ബുക്ക് വാങ്ങുന്ന ആളുകൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്, ഗൈഡ് ബുക്കിൽ ചിലപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും കാണാം. കാരണം അതിൽ അസൈൻമെന്റ് എഴുതണമല്ലോ, അതിന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വേണമല്ലോ, ഗൈഡ് ബുക്ക് വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഗൈഡ് ബുക്കിൽ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടാവും. അതെല്ലാതും നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറും അതുപോലെ പേരുള്ള ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. അതുപോലെ ഇതാ നേരത്തെ പറഞ്ഞ ഓപ്ഷണൽ മൊഡ്യൂൾ ഇതാ ഇതിൽ കാണുന്ന ഏറ്റവും ലാസ്റ്റ് 30A, 32A, അതുപോലെ 31A 3 ചാപ്റ്റർ മാത്രമേ ഹിസ്റ്ററിയിൽ വരുന്നുള്ളൂ. ഓപ്ഷണൽ മൊഡ്യൂൾ 7 അപ്പൊ ഈ 3 ചാപ്റ്റർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടും. ഈ 15 മാർക്ക് എന്ന് പറഞ്ഞാൽ A to Z വരെ അതിന്റെ ആൻസറുകൾക്ക് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയാലാണ്. ഏകദേശം ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു 10-12 മാർക്കൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടേണ്ടതാണ്. ഫുള്ള് എഴുതി കഴിഞ്ഞാൽ 15 മാർക്ക് കിട്ടും. അതിനാണ് നമ്മൾ സാധാരണ പറയുന്നത് ഒരു 60 മാർക്കിനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 30 മാർക്കൊക്കെ 30-33 മാർക്കൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ. അതിന്റെ തൊട്ട് താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്ക് ഫോർ മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളിനുള്ള മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാ ഷോർട്ട് ആൻസർ എങ്ങനെ വരും, അതുപോലെ ലോങ് ആൻസർ വരും, എത്ര മാർക്ക് വരിക എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടൈം അനുസരിച്ച് നിങ്ങൾ നോക്കാം. തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത്
വെയിറ്റേജ് ബൈ കണ്ടന്റ്, അതാണ് അതിന്റെ തൊട്ട് താഴെ മൊഡ്യൂളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ മൊഡ്യൂളിൽ എത്ര മാർക്കിനാണ് വരിക. ടെസ്റ്റ് മൊഡ്യൂൾ ആൻഷ്യന്റ് ആണ്. ആൻഷ്യന്റ് എന്നുള്ള ഈ ഒരു മൊഡ്യൂളിന് 20 മാർക്കിനാണ് വരിക. അപ്പൊ ആൻഷ്യന്റ് എന്നുള്ള മൊഡ്യൂളിൽ എത്ര ചാപ്റ്റർ ആണുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈ ഓരോ ലൈൻ ഇട്ടത് ഓരോ മൊഡ്യൂളാണ്. അപ്പോൾ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, 6, 7, 3, 4. ഈ 4 ചാപ്റ്റേഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ആൻഷ്യന്റ് എന്നുള്ള മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ആൻഷ്യന്റ് എന്ന മൊഡ്യൂൾ പഠിച്ച ഒരു 4 ചാപ്റ്റർ പഠിച്ചാൽ 20 മാർക്ക് കിട്ടും. ഓക്കെ, അതുപോലെ നേരത്തെ പറഞ്ഞ ഓപ്ഷണൽ മൊഡ്യൂളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ 3 ചാപ്റ്റർ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ 15 ആയി. അപ്പൊ 15, 20, 35 മാർക്ക് നമുക്ക് 3, 4, 7 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 35 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അത് വെറും 7 ആക്കിയിട്ട് നിങ്ങൾ നിർത്തരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 60 മാർക്കില്ലെങ്കിലും പഠിക്കണം. എന്നാലുള്ള നമുക്കൊരു 30, 33 മാർക്കൊക്കെ വാങ്ങാൻ പറ്റുക. ഓക്കെ, ഇതിലിതാ 6A എന്ന് കൊടുത്തിട്ടുണ്ട്. ഓർ എന്ന് കൊടുത്തിട്ടുള്ളത് ഓപ്ഷണൽ മൊഡ്യൂൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AD എന്നുള്ളതാണ് ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ തൊട്ട് താഴെ ഹാരപ്പൻ സിവിലൈസേഷൻ ചാപ്റ്റർ 3 അതിന്റെ നോട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് റൂമിൽ ക്ലാസ്സുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനി ഹ്യൂമാനിറ്റീസ് അല്ലാത്ത കൊമേഴ്സ് എടുത്ത ആളുകൾ അതുപോലെ സയൻസ് എടുത്ത ആളുകൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് ബയോളജി അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതുപോലെ അക്കൗണ്ടൻസി, കൊമേഴ്സ് എടുത്ത ആളുകൾ അക്കൗണ്ടൻസി, ഇതിന്റെ ക്ലാസ്സുകളൊക്കെ ഫുൾ വീഡിയോ ക്ലാസ്സുകളാണ്. അതിന്റെ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മൈ ക്യാമ്പസ് ആപ്പ് വഴിയാണ് നൽകുന്നത്. നമ്മുടെ സെപ്പറേറ്റ് ഒരു ആപ്പാണ് മൈ ക്യാമ്പസ് എന്നുള്ളത്. അതിൽ ഫുൾ വീഡിയോ ക്ലാസ് ആണ് A to Z വരെ. അതിൽ കൃത്യമായിട്ട് ഉണ്ട്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ അക്കൗണ്ടൻസി എടുത്ത സ്റ്റുഡൻസിന് അതിൽ ചാപ്റ്റേഴ്സുകളാണുള്ളത്. നിങ്ങൾ ആ ഒരു സബ്ജക്റ്റുകൾ, ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ മാത്തമാറ്റിക്സ്, ആ സബ്ജക്റ്റുകൾ ഇതിലും ക്ലാസ് റൂം കാണാം. പക്ഷെ ഇതിൽ ക്ലാസ് കാണൂല. അതിന്റെ ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് കാണാം. അപ്പൊ ഉദാഹരണത്തിന് കെമിസ്ട്രി ഞാൻ തുറക്കാം. കെമിസ്ട്രിയുടെ വീഡിയോ ക്ലാസ് ഫുള്ള് മൈ ക്യാമ്പസിലാണുള്ളത്. പക്ഷെ ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇതിൽ കാണാം. അതുപോലെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാം. 60% ചാപ്റ്റേഴ്സ്, ഇതാ ടോട്ടൽ 20 ചാപ്റ്ററുകളാണ് വരുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 1, 2, 4, 7, 9 ഇങ്ങനെ ചാപ്റ്റേഴ്സിന്റെ കൃത്യമായിട്ട് അതിന്റെ ചാപ്റ്ററിന്റെ പേരും അതുപോലെ തന്നെ അതിന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടു താഴെ മാർക്ക് ഫോർ മൊഡ്യൂൾസ് എന്നുള്ളത് കാണാം. ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കാണ് വരുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഫസ്റ്റ് മൊഡ്യൂള് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, അതിന്റെ 4 മാർക്കാണ് വരുന്നത്. അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കാം. കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ ബയോളജി ഇതൊക്കെ 80 മാർക്കിനാണ് തിയറി വരുന്നത്. 100 മാർക്കിനല്ല, 80 മാർക്കിനാണ് വരുന്നത്. 80 മാർക്കിന്റെ ഒരു 33%. അപ്പൊ അത് എത്ര വരും? 80 മാർക്കിന്റെ ഒരു 33 ഒരു 26/4, അതായത് 27 മാർക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ പാസ്സാവാൻ പറ്റും. ഓക്കെ, 80 മാർക്കിൽ ഏതും. അതുപോലെ ബാക്കി 20 മാർക്ക് പ്രാക്ടിക്കലാണ്. ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ മാത്തമാറ്റിക്സ് എടുത്ത ആളുകൾ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളായിട്ട് പറയും. 20 മാർക്കിന് പ്രാക്ടിക്കൽ വരും. അതിന്റെ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ അവിടെ സെന്ററിൽ പോകണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒക്കെ നമ്മൾ ലാബിൽ പോയി ചെയ്യുന്നത് പോലെ കേരള +2 സിലബസിലുള്ള പോലെ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. പോയി ചെയ്യേണ്ടതല്ല, നമ്മൾ ലാബിൽ ഓരോ എക്സ്പെരിമെന്റ് കൃത്യമായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു 7 ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതിലൊരു 5 എഴുതി പോയി കഴിഞ്ഞാൽ 5 ആക്ടിവിറ്റീസിൽ നിന്ന് ഒരു 2-3 റിട്ടൺ ആയിട്ട് ഒരു എക്സാം ഉണ്ടാവും. അതാണ് പ്രാക്ടിക്കൽ എക്സാം. ഒന്നും കൂടെ പറയുന്നു, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ മാത്തമാറ്റിക്സ് എടുത്ത ആളുകൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും. പ്രാക്ടിക്കൽ എക്സാമിന് ആക്ടിവിറ്റീസുകൾ എഴുതിയിട്ട് അതിന്റെ സോൾവ് ചെയ്യുന്ന രൂപം എഴുതിയിട്ട് ചിത്രമൊക്കെ വരച്ചിട്ട് റെക്കോർഡ് ബുക്ക് തയ്യാറാക്കി കൊണ്ടുപോകണം. ഈ കൊണ്ടുപോകുന്നതിൽ നിന്ന് ഏതെങ്കിലും 2-3 അവിടെ റിട്ടൺ ആയിട്ട് എക്സാം ഉണ്ടാവും. അതാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം. അതല്ലാതെ കേരള സിലബസിലുള്ള പോലെ ലാബിൽ പോയിട്ട് ഓരോ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല എന്റെ കേസിൽ.
അതൊരു ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അതുപോലെ അതിന് മുമ്പ് നിങ്ങൾക്ക് കോണ്ടാക്ട് ക്ലാസ്സുകൾ ഉണ്ടാവും ഈ ലാബുള്ള സബ്ജക്റ്റുകൾക്ക്. ആ കോണ്ടാക്ട് ക്ലാസ്സിന് ഒരു 5 ദിവസം ഉണ്ടാവും. അതിന് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പോകണം, അതിന് സൈൻ ചെയ്യണം, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നമ്മൾ നൽകിയിട്ടുള്ള ആ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങളുടെ ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ഓരോ ക്ലാസ് റൂമും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് പഠിക്കേണ്ടത്, 60% ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ നമ്പറും പേരും നോക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പറയുന്നുള്ളത്. ഇനി എന്തെങ്കിലും ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിലായിരിക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവാം. അപ്പോഴേക്ക് നിങ്ങൾ ബേസ് ഇംഗ്ലീഷിന്റെ ഏകദേശം ക്ലാസ്സുകളും അതുപോലെ ഈ ഫെബ്രുവരി മന്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സുകളും കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേരള സിലബസിൽ നിന്ന് ഒരു 50% സിമ്പിൾ ആയ സിലബസ് ആണ് നമ്മുടെ NIOSന്റെ സിലബസ്. അതുകൊണ്ട് തന്നെ കേരള സിലബസിൽ ഒരു 50% ഓവറായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. പക്ഷെ സിമ്പിൾ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ വെരി സിമ്പിൾ ആയിട്ട് നിങ്ങൾ ക്ലാസ് കാണാതെ കേൾക്കാതെ ജസ്റ്റ് പോയി എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ എടുക്കരുത്. കാരണം അങ്ങനെ അറ്റൻഡ് ചെയ്ത ആളുകളൊക്കെ ഫൈഡ് ആയിട്ടേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ ടൈം ഷെഡ്യൂളിൽ പോയ ആളുകളൊക്കെ കൃത്യമായിട്ട് സയൻസ് ഗ്രൂപ്പ്, കൊമേഴ്സ് ഗ്രൂപ്പ്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്, അപ്പോൾ അതുപോലെ SSLC ഇവയൊക്കെ പാസ്സായി പോയിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് തന്നെ നല്ല മാർക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. നമ്മുടെ ഈ SSLC +2 കൊമേഴ്സ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് സയൻസ് ഗ്രൂപ്പുകളൊക്കെ പാസ്സായി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ കേരള +2 ഈക്വൽ ആയിട്ട് തന്നെ നമുക്ക് ഡിഗ്രിക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും PSCക്ക് അപ്രോച്ച് ചെയ്യുക. അതുപോലെ സയൻസ് എടുത്ത ആളുകൾക്ക് അതുപോലെ സയൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് +2 ചെയ്ത കേരള +2 ചെയ്ത സ്റ്റുഡൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായ ആളുകൾക്ക് ഉണ്ടെങ്കിൽ ലെഫ്റ്റ് അടിച്ച് പോകാവുന്നതാണ്. ഡൗട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി മേജർ ആയിട്ടുള്ള ഡൗട്ടുകൾ ഇപ്പൊ പറഞ്ഞതിലുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൈപ്പൊക്കി ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.